ഓപ്പൺ എ ഐ അവരുടെ പുതിയ എ ഐ ഏജൻറ്റ് എ ഐ ഏജൻറ്റ് എന്നുള്ള സാധനം ലോഞ്ച് ചെയ്തു. ഞാൻ യൂട്യൂബിൽ അവരുടെ ലോഞ്ച് വീഡിയോ കണ്ടു. ആൻഡ് നമ്മളൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിന് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലോഞ്ച് എ കമ്പ്യൂട്ടർ ആൻഡ് ഡു ദാറ്റ്. ഒരു ജാവിസ് ലൈക്ക് സിസ്റ്റം ആണ്. പിന്നെ അതിലേക്കാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നില്ല ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ കാണിച്ചൊരു എക്സാമ്പിൾ ഇതാണ്. ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം തപ്പി പിന്നെ ഡ്രസ്സ് ബുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു റിസർവേഷൻ ഒരു ഹോട്ടലിൽ റിസർവേഷൻ ബുക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ സംഭവത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഏത് ടൈമാണ് എൻ്റെ കലണ്ടറിൽ നോക്കി അപ്പോൾ ഏത് ടൈമാണ് ഫ്രീ ആണെന്ന് നോക്കി ഇനി റിസർവേഷന് പറ്റിയിട്ടുള്ള സാധനങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് എന്നിട്ട് സെർച്ച് ചെയ്തതിന് ശേഷം ആ ഒരു റിസർവേഷൻ്റെ എൻ്റെ ഇൻട്രസ്റ്റ് നോക്കിയിട്ടൊരു ഹോട്ടൽ പിക്ക് ചെയ്ത് ആ ഹോട്ടലിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ പോയിട്ട് റിസർവേഷൻ നോക്കിയിട്ട് അത് ബുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം അങ്ങനെ ഒരു സാധനമാണ് ഓപ്പൺ എ ഐ ജസ്റ്റ് അനൗൺസ് ചെയ്തത്. വെരി എക്സൈറ്റഡ്. സോ എങ്ങനെയാണ് ഫ്യൂച്ചർ എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ല. ഇതിലൊക്കെ എനിക്ക് എന്നെ സ്കെയർ ചെയ്യുന്നൊരു സംഭവം വാട്ട് ഇഫ് ഹ്യൂമൻസ് ഡിപ്പെൻഡ് ഓൺ എ ഐ. നമ്മളിപ്പം ഇപ്പം തന്നെ എ ഐയുടെ ഒരു വലിയ ഡേഞ്ചർ നമ്മൾ എ ഐയുടെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് എ ഐനെ യൂസ് ചെയ്യുന്നു. പല സമയങ്ങളിൽ നമ്മൾ ക്രിയേറ്റീവായി ചിന്തിക്കാൻ കാരണം എ ഐനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇത് മനസ്സിലാക്കി ചെയ്യുന്നവർ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു അൽഗോരിതം വേണം അല്ലെങ്കിൽ ഞാനിപ്പോൾ കോഡിങ് റിലേറ്റഡ് പറയുകയാണ്. നമുക്കിപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പിന്നെ ഒരു കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നോട്ടിഫിക്കേഷൻ പോകാൻ വേണ്ടിയിട്ടുള്ള പിന്നെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. അപ്പം ആദ്യം ഇതൊരാൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആൾ ആലോചിച്ച് പ്ലാൻസ് ഉണ്ടാക്കി ഐഡിയേറ്റ് ചെയ്യുക. ഇപ്പം ഒരാളിപ്പോൾ അത് മേ ബി ഒരു ഡെവലപ്പറിൽ പുതിയ പഠിക്കുന്ന ഒരാൾ ചെയ്യുകയാണെങ്കിൽ GPT ചോദിക്കും. ഓക്കെ, GPT മനസ്സിലാക്കി പറഞ്ഞന്ന് ഞാൻ സാധനം അതിനോട് ബിൽഡ് ചെയ്യാൻ പറയും. കഴിഞ്ഞില്ലേ? സോ ചിന്തിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ആൻഡ് ഹ്യൂമൻസ് നോർമലി ചിന്തിക്കാൻ മടിയുള്ള ആൾക്കാരാണ്. ഞാൻ വേണ്ടൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന് എത്രയും പെട്ടെന്ന് ആൻസർ പറയണം. ഒരു ബാറ്റും ഒരു ബോളും രണ്ടിനും കൂടി 110 രൂപ വരും. ഇനി ബാറ്റിന് ബോളിനെക്കാട്ടിലും 100 രൂപ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബോളിൻ്റെ പൈസ എത്ര? പെട്ടെന്ന് പറയണം. ഓക്കെ, അധികം ആൾക്ക് ഇതിൻ്റെ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവുക 10 രൂപ എന്നായിരിക്കും പെട്ടെന്ന് പറയുകയാണെങ്കിൽ. പക്ഷെ ഇതിൻ്റെ ആൻസർ ശരിക്കും 10 അല്ല 5 അത് നമ്മൾ ആൽജിബ്രിക്ക് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കറക്റ്റ് കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് കിടക്കാൻ നോക്കും. ഇത് നമ്മുടെ ബ്രെയിനിലുണ്ടായ ഒരു ക്രാക്കാണ്. അത് പണ്ട് മുതലേ ഉള്ളൊരു ക്രാക്കാണ്. അത് ഞാൻ അതിൻ്റെ ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ താഴത്ത് ലിങ്ക് ചെയ്യാം. അപ്പം ഈ ഒരു സംഭവം നോക്കാതെ നമ്മൾ ഈ ഒരു ക്രാക്കിനെ വൈഡൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കാനുള്ള മടിനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കാൻ നിന്നിട്ട്. ഇപ്പോൾ ഫോൺ വരുന്നതിന് മുമ്പ് എല്ലാവർക്കും മൊബൈൽ നമ്പർ ഓർമ്മ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര മെമ്മറി പവർ ആയിരുന്നു. ഫോൺ വന്നതിന് ശേഷം മെമ്മറി പവർ കുറച്ച് മൊബൈൽ നമ്പേഴ്സ് ഒന്നും ആർക്കും അത്ര ഓർമ്മയില്ല. പക്ഷേ ആ ഒരു സംഭവം ഈ ഒരു ചിന്തിക്കുന്നതിൽ വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർക്കൊരു സാധനം പഠിക്കാനാണെങ്കിൽ അത് ഈ ഒരു എഐനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടി. അപ്പം ആ ഒരു സാധനം ഇനി ചിന്തിച്ചുണ്ടാക്കേണ്ട ആവശ്യമില്ല. തിങ്ക് അബൌട്ട് ദ നെക്സ്റ്റ് ആൻഡ് ദ നെക്സ്റ്റ് ജനറേഷൻ കമ്മിങ്. അവരൊരു സാധനം അറിയണമെങ്കിൽ ദേ വിൽ യൂസ് GPT. സോ ദേ ഡോണ്ട് ഹാവ് ടു തിങ്ക്. ആൻഡ് അവർക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലും ഒരു സംഭവം ക്രിയേറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ അതല്ലെങ്കിൽ ഒരു ഇൻവെൻഷൻ ചെയ്യണമെങ്കിലോ അവർക്ക് അപ്പം അത് സാധിക്കുമോ എന്നുള്ളതാണ്.